യുഎഇയും ഇറാനും തമ്മിൽ രഹസ്യ കരാർ പ്രാബല്യത്തിൽ വന്നു. പരസ്പരം ആക്രമങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ധാരണ എന്ന് വ്യവസ്ഥ ചെയ്യപ്പെടുകയും ചെയ്തു. നമ്മൾ ഈ ഓരോരോ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ശ്രദ്ധിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്യുന്ന സമയത്ത് അത്ഭുതകരമായിരിക്കുന്ന പല സംഭവങ്ങൾ അതിനിടയിൽ നടക്കും. വേണമെങ്കിൽ യുദ്ധത്തിനിടയിലെ പുട്ടുകച്ചവടം എന്നൊക്കെ പറയാൻ വേണ്ടി സാധിക്കും. ഇറാഖ് യുദ്ധസമയത്ത് സൈനിക കമാൻഡർമാരെ അടക്കം ഉന്നതരെയാണ് ഹെലികോപ്റ്ററിൽ പാരച്യൂട്ട് ഇറക്കിയിട്ട് അവരെ കടത്തിക്കൊണ്ടുപോയത്. എങ്ങോട്ട്? അമേരിക്കയിലേക്ക്. സദ്ദാം ഹുസൈന് വിധി പറഞ്ഞ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ ജഡ്ജ് പിന്നീട് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി എന്ന റിപ്പോർട്ടൊക്കെ നമ്മൾ വായിച്ചതാണ്. എങ്ങോട്ടാണ് ഇത് പോകുന്നത് എന്ന് ഒരു എത്തും പിടിയും ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കില്ല. പല സംഭവങ്ങളും പലതരത്തിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇറാഖിന്റെ വിദേശകാര്യമന്ത്രി ഈ താരിഖ് അസീസ് എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനിയാണ്. അദ്ദേഹം പോലും യഥാർത്ഥത്തിൽ അമേരിക്കയുടെ ഒറ്റുകാരനായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു, സ്ഥിരീകരണമില്ലെങ്കിൽ പോലും. ഏതായിരുന്നാലും അദ്ദേഹം കൊല്ലപ്പെട്ടിട്ടില്ല, വിചാരണക്ക് എത്തപ്പെട്ടിട്ടില്ല, വിചാരണ കോർട്ടിൽ കയറിയിട്ടില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളൊരു സത്യവുമാണ്. ഇപ്പോൾ യുഎഇയും ഇറാനും തമ്മിൽ വലിയ സംഘർഷാവസ്ഥ 28-ാം തീയതി, അന്ന് പിന്നീട് മാർച്ച് ആദ്യഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്നു. വലിയ സംഘർഷാവസ്ഥ എന്ന് പറഞ്ഞാൽ നേർക്കുനേരെ മുഖാമുഖമുള്ള യുദ്ധം പോലെയാണ്. അതിൽ യുഎഇക്ക് പങ്കാളിത്തമൊന്നുമില്ല. പക്ഷേ യുഎഇയിലുള്ള അബുദാബിയിലെ അമേരിക്കയുടെ സൈനിക ബേസ് അൽദഫ്ര ബേസ് എയർ ബേസ് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ആക്രമണം അമേരിക്ക നടത്തിയത്. യുഎഇ അതിന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പ്രാഥമിക റിപ്പോർട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് എവിടെയും ഒരു തെളിവായിട്ട് സ്ഥിരീകരണ